ഇന്നത്തെ നമ്മുടെ യാത്ര തുടങ്ങുന്നത് ബാംഗ്ലൂരിലെ യലഹങ്ക ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. ഇവിടെ നിന്നും 4:20 സ്റ്റാർട്ട് ചെയ്യുന്ന യലഹങ്ക കാച്ചിഗുഡ എക്സ്പ്രസ്സിലാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി ട്രെയിൻ റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു. ട്രെയിൻ നമ്പർ 17604. ഇവിടെ നിന്ന് 12 മണിക്കൂറും 40 മിനിറ്റും എടുത്ത് രാവിലെ 5 മണിയോടുകൂടി തന്നെ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തിച്ചേരും. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്നും 25 കിലോമീറ്ററോളം അകലെയായിട്ടാണ് ഈ യലഹങ്ക റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞ് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങിയതാണ് ഞങ്ങൾ. സിറ്റി ട്രാഫിക്കിലൂടെ എല്ലാം യാത്ര ചെയ്ത് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. കുറച്ച് ഔട്ടർ ആയിട്ടുള്ള ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ സീറ്റെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ട്രെയിൻ എടുക്കാനുള്ള കറക്റ്റ് സമയവുമായി. കൃത്യം 4:20 തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് ഡേ കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ 5 മണിക്ക് മുൻപ് തന്നെ എത്തി. പുതിയ സ്ഥലം ആയതുകൊണ്ട് തന്നെ ഞങ്ങളും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇതാണ് കാച്ചിഗുഡ റെയിൽവേ സ്റ്റേഷൻ. ഹൈദരാബാദിലെ അത്യാവശ്യം നല്ലൊരു ടൗൺ തന്നെയാണ് ഈ കാച്ചിഗുഡ. ഇവിടെ നിന്നും താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു ക്യാബ് ബുക്ക് ചെയ്തു. ഇതാണ് ഹൈദരാബാദ് യാത്രയിൽ ഞങ്ങൾ താമസിക്കാനായി തിരഞ്ഞെടുത്ത ഹോട്ടൽ. രാവിലെ നേരത്തെ എത്തി ഒന്ന് ഫ്രഷപ്പ് ആവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും ഉച്ചയോടെ അടുത്താണ് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയത്. ഉച്ചയ്ക്കാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം. അതുകൊണ്ട് തന്നെ ഹാഫ് ഡേ ഓളം അങ്ങനെ പോയി കിട്ടി. ഞങ്ങളുടെ റൂമിൻ്റെ ഒരു ചെറിയ റൂം ടൂർ കാണാം. മദാപൂരിലുള്ള കാസ ഹോട്ടലാണിത്. ഹോട്ടലിൻ്റെ പരിസരത്തെല്ലാം സ്റ്റുഡൻസിൻ്റെ ഒരുപാട് ഹോസ്റ്റലുകളുണ്ട്. നല്ല സൗകര്യമുള്ള നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റൂമുകളും നല്ല റേറ്റിംഗുമാണ് ഈ ഹോട്ടലിന് ഉണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ഫ്രഷായി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം 3:30 പുറത്തേക്കൊക്കെ ഒന്ന് ഞങ്ങൾ ഇറങ്ങിയത്. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് തന്നെയായിരുന്നു ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു. ഹൈദരാബാദ് അത്യാവശ്യം ചൂടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ രാവിലെയും ഉച്ചതിരിഞ്ഞിട്ടുള്ള സമയങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞങ്ങൾ ആദ്യം എത്തിയത് ഹുസൈൻ സാഗർ ലേക്കും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു. ഹുസൈൻ സാഗർ ലേക്കിനോട് ചേർന്നുള്ള ഒരുപാട് പാർക്കുകളും ലേക്കിലൂടെയുള്ള ബോട്ടിങ്ങും മാർട്ടിയേഴ്സ് മെമ്മോറിയൽ, തെലങ്കാന സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റും തൊട്ടടുത്തായിട്ടുള്ള BR അംബേദ്കറിന്റെ വലിയൊരു പ്രതിമയും NTR ഗാർഡൻസും ബിർള മന്ദിരും എല്ലാം ഈ ഭാഗത്താണുള്ളത്. പിന്നെ അത്യാവശ്യം ചൂടുള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലെ സമയങ്ങളാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഞങ്ങൾ ഹൈദരാബാദ് എത്തിയത് ദീപാവലിയുടെ അന്നാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഹൈദരാബാദിൻ്റെ എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ നല്ലൊരു വൈബ് കൂടെയായിരുന്നു ആ സമയത്ത്. അത്യാവശ്യം വൃത്തിയോടെ തന്നെ ഇവിടെയെല്ലാം സംരക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ബിവെയർ ഓഫ് പിക് പോക്കറ്റ്സ് എന്ന് ഇവിടെ പലയിടങ്ങളിലായി എഴുതി വച്ചിരിക്കുന്നത് കണ്ടിരുന്നു. സമയം 4 മണി ആവാറായെങ്കിലും വെയിലിന് ഇപ്പോഴും നല്ല ചൂടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഹുസൈൻ സാഗർ ലേക്കിനടുത്തെത്തി. ഇവിടുത്തേത് ഒരു ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ജലക്ഷാമം ഉണ്ടാവാനും സാധ്യതയുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റ് നിർമ്മിച്ചതായിരിക്കും ഇത്രയും വലിയ തടാകം എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ അന്വേഷിച്ചപ്പോഴായിരുന്നു ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു തടാകമാണ് എന്ന് മനസ്സിലായത്. ഇതൊരു ആർട്ടിഫിഷ്യൽ ലേക്കാണെന്ന് സത്യത്തിൽ കണ്ടാൽ തോന്നില്ല കേട്ടോ. അത്രയും വലുപ്പമുള്ളതാണ് ഈ തടാകം. ലേക്കിന് നടുവിലെ ബുദ്ധ സ്റ്റാച്യുവിലേക്കുള്ള ബോട്ടിങ്ങുകളാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് ആക്ടിവിറ്റി. ഒരാൾക്ക് 100 രൂപ ടിക്കറ്റ് റേറ്റ് വരുന്ന ബോട്ടിംഗ് ആയിരുന്നു ഞങ്ങൾ ചെയ്തത്. പല റേറ്റിനും പലതരം ബോട്ടിംഗ് ഇവിടെയുണ്ട്. ലേക്കിന്റെ കാഴ്ചകളിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ലേക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഏഷ്യയിലെ ലാർജസ്റ്റ് ആർട്ടിഫിഷ്യൽ ലേക്കുകളിൽ ഒന്നാണ് ഈ ഹുസൈൻ സാഗർ ലേക്ക്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പാണ് ഈ ലേക്കിനുള്ളത്. നഗരത്തിന്റെ ജലക്ഷാമം കുറയ്ക്കാനായി ഇബ്രാഹിം ഖുലി ഖുത്തബ് ഷാ കമ്മീഷൻ ചെയ്ത ഈ തടാകം 1562 ഹസ്രത്ത് ഹുസൈൻ ഷാ വാലിയാണ് നിർമ്മിച്ചത്. പക്ഷേ 1992 18 മീറ്റർ ഉയരത്തിലുള്ള ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ബുദ്ധന്റെ പ്രതിമ തടാക മധ്യത്തിൽ സ്ഥാപിച്ചത്. മൂസി നദിയുടെ ഒരു പോഷക നദിയിലാണ് ഈ തടാകം നിർമ്മിച്ചത്. പുറത്ത് നല്ല ചൂടാണെങ്കിലും ഈ തടാകത്തിലൂടെ ബോട്ടിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ആ ചൂടൊന്നും അനുഭവപ്പെടില്ല.
5.7 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ തടാകം. ഇന്ദിര പാർക്ക്, ലുംബിനി പാർക്ക്, സഞ്ജീവയ്യ പാർക്ക് എന്നിവ ഈ തടാകത്തിന് ചുറ്റുമായി കാണുന്ന പാർക്കുകളാണ്. ലുംബിനി പാർക്കിൽ വൈകുന്നേരത്ത് ലേസർ ഷോയും ഉണ്ട്. നഗരത്തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇവിടുത്തേത്. 1518 മുതൽ 1687 വരെ നിലനിന്നിരുന്ന കുത്തബ് ഷാഹി ഡൈനാസ്റ്റി ഹൈദരാബാദിന്റെ ചരിത്രത്തിൽ നിന്നും ഒട്ടും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നാണ്. ഈ രാജവംശത്തിന്റെ അവശേഷിപ്പുകൾ തന്നെയാണ് ഇന്നും ഹൈദരാബാദിന്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനുകൾ. ഈ ഹൈദരാബാദ് ബ്ലോഗിന്റെ സെക്കൻഡ് ഡേയിലാണ് കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയുടെ കൂടുതൽ അവശേഷിപ്പുകളുടെ കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോകളും കാണാൻ മറക്കരുത്. 15 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമുക്ക് ബുദ്ധ പ്രതിമയുടെ അടുത്തെത്തിച്ചേരാം. ഗൗതമ ബുദ്ധന്റെ ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പമുള്ള ഏകശിലാ പ്രതിമയാണിത്. നടൻ, ജനകീയവാദി, രാഷ്ട്രീയ ഇതിഹാസകാരൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന NT രാമറാവു അല്ലെങ്കിൽ NTR എന്നറിയപ്പെടുന്ന അന്നത്തെ ആന്ധ്രാപ്രദേശിന്റെ മുഖ്യമന്ത്രി ന്യൂയോർക്ക് സന്ദർശന വേളയിൽ അവിടുത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ ബുദ്ധപ്രതിമയുടെ നിർമ്മാണം തുടങ്ങിയത്. ബുദ്ധപ്രതിമയുടെ നിർമ്മാണത്തിനായി ഒരു നീണ്ട തിരച്ചിലിനു ശേഷം ഹൈദരാബാദിന് പുറത്ത് 46 കിലോമീറ്റർ അകലെയുള്ള ഒരു മലഞ്ചെരുവിൽ ഭോങ്കിറിലെ റായ്ഗിരിക്ക് സമീപം ഒരു കട്ടിയുള്ള വെളുത്ത ഗ്രാനൈറ്റ് പാറ കണ്ടെത്തി. പരമ്പരാഗത ക്ഷേത്ര നിർമ്മിതികളിൽ വൈദഗ്ധ്യമുള്ള തമിഴ്നാട് സ്വദേശിയായിരുന്ന ഗണപതിയാണ് ഈ പദ്ധതിക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തിന്റെ സംഘത്തിന്റെയും 2 വർഷത്തിലേറെ നീണ്ടുനിന്ന കഠിനാധ്വാനത്തിനൊടുവിൽ മോണോലിത്തിനെ ധ്യാന രൂപത്തിലേക്ക് കൊത്തിയെടുത്തു. 450 ടൺ ഭാരമുള്ള പ്രതിമ ബോങ്കീറിൽ നിന്നും ഹൈദരാബാദിൽ എത്തിക്കുക എന്നതായിരുന്നു അടുത്ത ടാസ്ക്. പ്രതിമ കൊണ്ടുപോവാനായി വഴിയിലെ റോഡുകളും പാലങ്ങളുമെല്ലാം നന്നാക്കേണ്ടി വന്നു. പിന്നീട് തടാകത്തിന് നടുവിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ തടാകത്തിൽ തന്നെ പ്രതിമ മറിഞ്ഞു വീഴുകയും 10 തൊഴിലാളികൾ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. അപകടത്തിന് ശേഷം പ്രതിമ 2 വർഷത്തോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. വിജയഭാസ്കര റെഡ്ഡിയുടെ ഭരണകാലത്താണ് ഒടുവിൽ പ്രതിമ സ്ഥാപിച്ചത്. 2006 ദലൈലാമ പ്രതിമയെ പ്രതിഷ്ഠിച്ചു. അതിന്റെ ആഖ്യാനത്തിലെ ഒരു മാറ്റം അടയാളപ്പെടുത്തി. 5 വർഷത്തിനും $3 മില്യൺ ചിലവിനും ശേഷം പ്രതിമ 58 അടി ഉയരവും 350 ടൺ ഭാരവും ഉള്ളതായി മാറി. അങ്ങനെ ഒരു സംഭവബഹുലമായ ഒരു കഥയും ഈ പ്രതിമയ്ക്ക് പിന്നിലുണ്ട്. അവിടെ കുറച്ചു സമയം സ്പെൻഡ് ചെയ്തതിനു ശേഷം തിരിച്ചുള്ള ബോട്ടിൽ കയറി. ദൂരെയായി കാണുന്നത് ഡോക്ടർ BR അംബേദ്കറിന്റെ പ്രതിമയാണ്. പിന്നെ സെക്രട്ടേറിയറ്റും മാർട്ടിയേഴ്സ് മെമ്മോറിയലും ഒക്കെ നമുക്ക് ഈ ബോട്ടിങ്ങിനിടയിൽ തന്നെ ദൂരെ കാണാൻ സാധിക്കും. ബോട്ടിങ്ങിന് ശേഷം ലേക്കിന് സൈഡിലൂടെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ലേക്കിന് സൈഡിലൂടെ നടക്കാനായിട്ടുള്ള ഫുട്പാത്തുകളുണ്ട്. പിന്നെ സ്ട്രീറ്റ് ഫുഡുകളും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സൂര്യാസ്തമയ സമയത്തെ ആകാശത്തിലെ നിറക്കൂട്ടുകളുടെ ബാക്ക്ഗ്രൗണ്ടിൽ സെക്രട്ടേറിയറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡോക്ടർ BR അംബേദ്കർ തെലങ്കാന സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് എന്നാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ ഒഫീഷ്യൽ നെയിം. മാർട്ടിയേഴ്സ് മെമ്മോറിയൽ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ബോട്ടിംഗ് കഴിഞ്ഞ് പോയത് NTR ഗാർഡൻസിലേക്കാണ്. തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് മാർട്ടിയേഴ്സ് മെമ്മോറിയൽ. ദിയ വിത്ത് എ ലൈറ്റ് എന്ന കൺസെപ്റ്റാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഏകദേശം 1600 ടൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് 6 നിലകളുള്ള ഈ സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഈ നിർമ്മിതിയുടേത്. പിന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള റോഡിലൂടെ ഞങ്ങൾ നേരെ നടന്നത് NTR ഗാർഡൻസിലേക്കാണ്. വൈകുന്നേരത്തെ നല്ലൊരു നടത്തമായിരുന്നു അത്. ബുദ്ധ സ്റ്റാച്യു കണ്ട് തിരിച്ചു വരുന്നത് വരെയും വെയിലുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ വെയിലൊക്കെ അപ്രത്യക്ഷമായി. പിന്നെ പെട്ടെന്ന് തന്നെ ഇരുട്ടായി തുടങ്ങി. പിന്നെ ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ലേക്കിന് സൈഡിലൂടെ നടന്ന് NTR ഗാർഡൻസിലെത്തി. സമയം 6:15 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതുപോലെ ഇരുട്ടായി തുടങ്ങി. സെക്രട്ടേറിയറ്റിന്റെയും ഡോക്ടർ BR അംബേദ്കർ സ്റ്റാച്യുവിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഈ NTR ഗാർഡൻസ് ഉള്ളത്. പിന്നെ ഗാർഡൻസിലൂടെ കുറച്ച് സമയം ഞങ്ങൾ നടന്നു. അഡൾട്ട്സിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും മാത്രമാണ് ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. 36 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ പാർക്ക്. NT രാമറാവുവിൻ്റെ സ്മാരകമായാണ് ഈ പാർക്ക് പ്രവർത്തിക്കുന്നത്. ടോയ് ട്രെയിൻ, ബോട്ട് റൈഡുകൾ, മ്യൂസിക് ഫൗണ്ടനുകൾ, മുതിർന്നവർക്കും കുട്ടികൾക്കൊക്കെയുള്ള ഒരുപാട് റൈഡുകൾ എന്നിവയൊക്കെ ഇവിടെയുണ്ട്.
അങ്ങനെ ഗാർഡൻസിനകത്ത് കുറച്ച് സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. പിന്നെ നേരെ ഡോക്ടർ BR അംബേദ്കർ പ്രതിമയുടെ അടുത്തേക്ക് ചെന്നു. 125 അടി ഉയരമുള്ള വെങ്കല പ്രതിമയാണിത്. 2023 ഏപ്രിൽ 14 അംബേദ്കറുടെ 132ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് തെലങ്കാന മുഖ്യമന്ത്രി K. ചന്ദ്രശേഖർ റാവു ഇത് അനാച്ഛാദനം ചെയ്തു. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അംബേദ്കർ പ്രതിമയാണിത്. പിന്നെ അവിടെ അടുത്തുള്ള പ്രസാദ് മാളിലേക്ക് കയറി. നടന്ന് നല്ല ക്ഷീണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ കുറച്ച് സമയം ഇരുന്നു. മഗധീര മൂവിയിലെ ഒരു ഫൈറ്റ് സീൻ ഈ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഒരു ക്യാബ് ബുക്ക് ചെയ്ത് തിരിച്ച് ഹോട്ടലിലേക്ക് യാത്രയായി. ദീപാവലി നൈറ്റ് ആയതുകൊണ്ട് വഴിയിലെല്ലാം ഇത്തരം കാഴ്ചകളായിരുന്നു. പിന്നെ ഹോട്ടലിലെത്തി ഫുഡെല്ലാം കഴിച്ച് ഈ കാഴ്ചകളും കണ്ടു നിന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ഇതുപോലുള്ള യാത്രകൾക്കും യാത്രാ വിവരണങ്ങൾക്കുമായി ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഹൈദരാബാദ് ട്രിപ്പിന്റെ സെക്കൻഡ് പാർട്ടുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.